മോനെ കണ്ടു. പറയേണ്ടതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പകുതി സംശയത്തോടെ ഇങ്ങോട്ട് വന്നത്, പക്ഷെ ഇറങ്ങിപ്പോകുന്നത് പൂർണ്ണ ഉറപ്പോടെയാ. ഋഷിക്ക് എന്താ പറ്റിയെന്ന് നിങ്ങൾക്കറിയാം. അടുത്തത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ MLA-യും മുൻ MLA ഒക്കെ എനിക്കെതിരെ നിൽക്കുമ്പോ നീതി ചിലപ്പോ അകലെയാവും. പക്ഷെ ഒന്നോർത്തോ, സർവ്വലോകത്തിന്റെയും ഒരു ന്യായാധിപൻ മുകളിലിരുന്നെല്ലാം കാണുന്നുണ്ടെന്ന്. ആ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് കരുതണ്ട. ശിക്ഷ വിധിക്കാൻ കാത്തിരിക്കുക ദൈവം. അവിടെ നിങ്ങൾ നരകിക്കുന്നത് ഞാൻ കാണും. പ്രഭാവതി, എനിക്കൊരേ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ ഋഷി. അവന്റെ ഭൂതകാലത്തിന്റെ അനുഭവങ്ങള് കണ്ണും നനയാതെ ഒന്ന് ഓർക്കാൻ പോലും ഈ അമ്മയ്ക്ക് പറ്റാറില്ല. അവന്റെ ജീവിതം ഹോമിച്ച് കളഞ്ഞവളാ നീ. എന്നിട്ടും ഞാൻ അവനെ തിരിച്ചു കൊണ്ടുവന്നു. ആരോടും പകരം ചോദിക്കാനല്ല, എന്റെ മരണം വരെങ്കിലും ഒരമ്മയായിട്ട് കൂടെ നിൽക്കാൻ വേണ്ടി. പ്രഭാവതിക്ക് 2 മക്കൾ, ഒരാണും ഒരു പെണ്ണും. 2 പേരും വിവാഹം കഴിഞ്ഞ് സുഖമായിട്ട് ജീവിക്കുന്നു. ഒരമ്മ സ്വന്തം മക്കളെ സ്നേഹിക്കുന്നതിന്റെ ആഴം ഞാനായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രഭയുടെ മോൻ നന്ദനൊരു വിഷമം വന്നാ അതിനൊപ്പം നിന്റെ ഹൃദയം നുറുങ്ങില്ലേ? എനിക്ക് എന്റെ മോന്റെ സങ്കടം പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലാക്കി കളഞ്ഞില്ലേ നീയും നിന്റെ മോനും കൂടി. ഇനി ഈ അമ്മയുടെ കണ്ണുനീരിന്റെ പക തീരില്ല പ്രഭാവതി. എന്റെ മോൻ ജീവനോടെ വരുന്നതും കാത്ത് നിമിഷങ്ങൾ എണ്ണി എണ്ണി കാത്തിരിക്കുക ഞാൻ. അവന്റെ അമ്മയെന്നുള്ള വിളിയേക്കാൻ. അവൻ മടങ്ങി വന്നില്ലെങ്കിൽ പറയുന്നില്ല, ഞാൻ ഒന്നും തന്നെ പറയുന്നില്ല.